പ്രിയമുള്ളവരെ, നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എളുപ്പത്തിൽ വായിച്ചു തീർക്കാവുന്ന കുറച്ച് പുസ്തകങ്ങൾ, 12 പുസ്തകങ്ങൾ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എളുപ്പത്തിൽ വായിച്ച് തീർക്കാവുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. 100 കണക്കിന് പുസ്തകങ്ങൾ മലയാള സാഹിത്യത്തിലുണ്ട്. ഞാൻ നിർദ്ദേശിക്കുന്നത് 12 എണ്ണം മാത്രം. ഇതെന്റെ മാത്രം നിർദ്ദേശമാണ്. ഞാൻ പറയാത്ത ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അത് നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം. മലയാളികൾക്ക് ഒരു വായന ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വായന തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും വായിക്കാൻ പറ്റുന്ന, വളരെ ആയാസരഹിതമായി വായിക്കാൻ സാധിക്കുന്ന പുസ്തകങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ 12 പുസ്തകങ്ങൾ. ഇതിൽ കഥകളുണ്ട്, നോവലുകളുണ്ട്, ഓർമ്മകളുണ്ട്, യാത്രാവിവരണമുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ജനസിൽപ്പെട്ട പുസ്തകങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് എന്റെ മാത്രം അഭിപ്രായം ആണ്. അതുകൊണ്ട് പഴയ ക്ലാസിക്കുകളൊന്നും ഞാൻ ഇതിൽ പരിചയപ്പെടുത്തിയിട്ടില്ല. നമ്മൾ എപ്പോഴും പറയുന്ന പുസ്തകങ്ങളൊന്നും പരിചയപ്പെടുത്തിയിട്ടില്ല. പഴയ ക്ലാസിക്കുകളൊക്കെ നമുക്കറിയാം. അതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. ഇത് എന്റെ മാത്രം 12 പുസ്തകങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന 12 പുസ്തകങ്ങൾ. ഇതിൽ ആദ്യത്തെ പുസ്തകം ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ചിദംബര സ്മരണ. വളരെ മനോഹരമായ ഓർമ്മകളാണിത്. ഒരു ലാവ പോലെ തിളയ്ക്കുന്ന ഓർമ്മകൾ, നമ്മളെ പൊള്ളിക്കുന്ന ഓർമ്മകൾ. മനോഹരമായി കവിത എഴുതുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാട് പദ്യം പോലെ തന്നെ ഗദ്യവും ആയാസരഹിതമായി എഴുതാൻ സാധിക്കുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്ത പുസ്തകം. തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ വായിക്കാവുന്ന പുസ്തകമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ചിദംബര സ്മരണ. രണ്ടാമത്തെ പുസ്തകവും ഒരു ഓർമ്മ പുസ്തകം തന്നെയാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടൻ പരേതനായ ഇന്നസെന്റിന്റെ മികച്ച രചന. ഒരുപാട് ഓർമ്മ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ക്യാൻസർ വാർഡിലെ ചിരി. ഇന്നസെന്റ് ക്യാൻസർ എന്ന അസുഖം ഇത്ര ഹാസ്യാത്മകമായി നേരിട്ട വ്യക്തി. അദ്ദേഹത്തെ ചികിത്സിച്ച ഗംഗാധരൻ ഡോക്ടർ പറഞ്ഞത് അദ്ദേഹം ഒരു മരുന്നാണ്, ഇന്നസെന്റ് ക്യാൻസറിനുള്ള മരുന്നാണെന്നാണ്. സംവിധായകൻ സത്യൻ അന്തിക്കാട് പറഞ്ഞത് താൻ എഴുതാൻ കഴിയാതെ പോയ ബഷീറാണെന്നാണ്. എഴുതി കഴിഞ്ഞപ്പോ താൻ എഴുതി തുടങ്ങിയ ബഷീർ എന്നാണ്. അങ്ങനെ ബഷീറിനെ പോലെ ഹാസ്യാത്മകമായി ഫിലോസഫി കൊണ്ടുവന്ന് വളരെ മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന പുസ്തകമാണ് ഇന്നസെന്റിന്റെ ക്യാൻസർ വാർഡിലെ ചിരി. മൂന്നാമത്തെ പുസ്തകം അതും ഒരു ഓർമ്മ പുസ്തകമാണ്. ഡോക്ടർ വി പി ഗംഗാധരന്റെ ജീവിതമെന്ന അത്ഭുതം. KS അനിയൻ രചിച്ച ഈ പുസ്തകം തീർച്ചയായിട്ടും വളരെ മനോഹരമായി വായിക്കപ്പെടാൻ സാധിക്കുന്ന, വളരെ ലളിതമായി വായിക്കാൻ സാധിക്കുന്ന ഓർമ്മകളാണ്. ക്യാൻസർ രോഗികളുടെ പ്രശ്നങ്ങളും ഒരു വിശ്വങ്കരന്റെ വേദനയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തിന്റെ ആ ഒരു ഭാവത്തെ, ജീവിതത്തിന്റെ വേദനയുടെ ഭാവത്തെ വളരെ ലളിതമായി ആവിഷ്കരിക്കുന്ന ഒരു ഓർമ്മ പുസ്തകം, ജീവിതമെന്ന അത്ഭുതം. ഡോക്ടർ വി പി ഗംഗാധരൻ, റിട്ടൺ ബൈ KS അനിയൻ. അടുത്ത പുസ്തകവും ഒരു ഓർമ്മ പുസ്തകമാണ്. അത് കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളിയുടെ ഓർമ്മ പുസ്തകമാണ്. കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി എന്ന വി-ഗാർഡ് ഇൻഡസ്ട്രീസിന്റെ മുതലാളി, എങ്ങനെയാണ് അദ്ദേഹം വ്യവസായ ലോകത്ത് എത്തിയത് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ഓർമ്മ പുസ്തകം. അദ്ദേഹത്തിന്റെ ബാല്യകാലവും വളർച്ചയും ഒക്കെ വളരെ മനോഹരമായി എഴുതിയിരിക്കുന്നു. ഈ പുസ്തകത്തെ ടി പത്മനാഭൻ വിലയിരുത്തുന്നത് അദ്ദേഹം VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയോടൊക്കെ ഞാൻ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകമെന്നാണ്. തീർച്ചയായിട്ടും വായിക്കാൻ തുടങ്ങുന്ന മലയാളിയെ സംബന്ധിച്ച് വളരെ നല്ല ഒരു പുസ്തകം, എളുപ്പത്തിൽ വായിച്ചു പോകാവുന്ന ഒരു പുസ്തകമാണ് ഓർമ്മക്കിളിവാതിൽ, കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് നോവലുകളാണ്. കുറച്ച് നോവലുകൾ. ആദ്യ നോവൽ, ചെറിയ ഒരു നോവൽ, മാസ്റ്റർ പീസ്, ഫ്രാൻസിസ് നരോണ. ഫ്രാൻസിസ് നരോണ നമുക്ക് വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ തൊട്ടപ്പനൊക്കെ വളരെ പ്രശസ്തമായ കഥകളാണ്. അദ്ദേഹത്തിന്റെ വളരെ ലളിതമായ എഴുത്താണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. കഥയാണോ അനുഭവമാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ, ഇതിൽ ഏതാണ് തിരിച്ചറിയാത്ത വിധത്തിലാണ് ഈ പുസ്തകത്തിന്റെ രചനാരീതി. സത്യനന്ദിക്കാട് പറയുന്നത് അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും ആദ്യ വായന ആഗ്രഹിക്കുന്ന, എളുപ്പത്തിൽ വായന ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന, വായിക്കാവുന്ന പുസ്തകമാണ് ഫ്രാൻസിസ് നറോണയുടെ മാസ്റ്റർ പീസ്. അടുത്ത നോവൽ മലയാള സാഹിത്യത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ, സിനിമാ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ, ബിപിൻ ചന്ദ്രന്റെ കപ്പിത്താന്റെ ഭാര്യ. ഒരു നിപ്പനടിക്കുന്ന ലാഘവത്തോടെ വായിച്ചു പോകാവുന്ന പുസ്തകം, എങ്കിലും നമ്മളെ പൊള്ളിപ്പിക്കുന്ന ചില ചിന്തകൾ സമ്മാനിക്കുന്ന പുസ്തകം. വളരെ എളുപ്പത്തിൽ വായിക്കാവുന്ന വളരെ ചെറിയൊരു പുസ്തകമാണ് ബിപിൻ ചന്ദ്രന്റെ കപ്പിത്താന്റെ ഭാര്യ. അടുത്തതും ഒരു നോവലാണ്,
മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ ജയമോഹൻ. ചെറിയ പുസ്തകങ്ങളിലൂടെ വലിയ ഫിലോസഫി നമുക്ക് സംഭാവന ചെയ്ത എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ നമുക്ക് ഹൃദ്യമാണ്. 100 സിംഹാസനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറിയ പുസ്തകമാണ്. ഞാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ആന ഡോക്ടറാണ്. വായനയെ തീർത്ഥാടനമാക്കുന്ന കൃതി എന്ന് ആന ഡോക്ടറെ വിശേഷിപ്പിക്കാം. നമ്മളെ കാടിലേക്ക് കൊണ്ടുപോകുന്ന, കാടിന്റെ നിഷ്കളങ്കതയെ, സ്വാഭാവികതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന നോവൽ. കൽപ്പറ്റ നാരായണൻ പറയുന്നത് ഇങ്ങനെയാണ്: കാട്ടിലേക്കുള്ള ഈ തീർത്ഥാടനത്തിന് ശേഷം കാട് എനിക്ക് പഴയ കാടല്ല, ഉന്നതമായ അർത്ഥത്തിൽ കാട് കാട്ടുന്ന നോവൽ, പ്രകൃതിയെ കാട്ടുന്ന മനോഹരമായ നോവലാണ് ആന ഡോക്ടർ. ചെറിയൊരു നോവൽ. അടുത്തതും ഒരു നോവൽ തന്നെയാണ്. അതൊരു ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറാണ്. പഴയ നോവലാണ്. ഏത് വായനക്കാരനെയും ആകർഷിപ്പിക്കുന്ന നോവൽ. കുട്ടികൾക്ക് ഇത് വായിക്കുമ്പോൾ അത്ഭുതം പോലെ തോന്നിയേക്കാം. മധ്യവയസ്സുള്ള ആൾക്കാർക്ക് വായിക്കുമ്പോൾ ഇതിലെ ഹാസ്യാത്മകതയെക്കുറിച്ച് ചിന്തിച്ചേക്കാം. മുതിർന്ന ആളുകൾ, വയസ്സായ ആളുകളാണ് വായിക്കുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ഫിലോസഫിക്കലായുള്ള തത്വപരമായ ഒരു അവലോകനമായിരിക്കും നൽകുക. ഈ പുസ്തകം ജോനാഥൻ സ്വിഫ്റ്റിന്റെ ഗളിവറുടെ യാത്രകൾ. വളരെ പ്രശസ്തമായ, ലോകപ്രശസ്തമായ പുസ്തകമാണ് ഗളിവറുടെ യാത്രകൾ. ഗളിവർ പല പല സ്ഥലത്ത് എത്തിച്ചേരുന്നതും അവിടെ വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടാവുന്നതും നമ്മളെ ത്രസിപ്പിക്കും, നമ്മളെ ചിന്തിപ്പിക്കും, നമ്മളെ ഹാസ്യാത്മകതയുടെ ലോകത്തേക്ക് നയിക്കും. വളരെ മനോഹരമായി വായിച്ചു പോകുന്ന ചെറിയ പുസ്തകമാണ് ജോനാഥൻ സ്വിഫ്റ്റിന്റെ ഗളിവറുടെ യാത്രകൾ. പ്രിയമുള്ളവരെ, അടുത്ത നോവൽ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കന്നഡ എഴുത്തുകാരനായ ശ്രീകൃഷ്ണ ആലനഹള്ളിയുടെ പുസ്തകമാണ് പാവത്താൻ. അദ്ദേഹത്തിന്റെ ഭുജങ്കയുടെ ദശാവതാരങ്ങൾ എന്ന നോവലൊക്കെ നമുക്ക് ക്ലാസിക് ആയിട്ട് കൂട്ടാൻ പറ്റുന്ന നോവലാണ്. അദ്ദേഹത്തിന്റെ വളരെ ചെറിയ മറ്റൊരു നോവലാണ് പാവത്താൻ. ഒരു ഗ്രാമത്തിന്റെ പ്രശ്നങ്ങളെ, വേദനകളെ, ഉള്ളൊരുക്കലെ ഒക്കെ ഹൃദയബോധത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് സമ്മാനിക്കുന്ന ഒരു പുസ്തകം പാവത്താൻ. ശ്രീകൃഷ്ണ ആലനഹള്ളി. തീർച്ചയായും വായനയുടെ ലളിതമായ ഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പുസ്തകമാണിത്. അടുത്തത് ഒരു നോവൽ തന്നെയാണ്. ഇതൊരു ഡിറ്റക്റ്റീവ് നോവലാണ്. വായനാ ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വായന തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ആദ്യപടി എന്ന നിലയിൽ പോകാവുന്ന ഒരു ജനറാണ് ഡിറ്റക്റ്റീവ്, ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ചെറിയൊരു പുസ്തകം, ഏറ്റവും മനോഹരമായ പുസ്തകം, ഏറ്റവും മികച്ച ഡിറ്റക്റ്റീവ് എഴുത്തുകാരിയിൽ നിന്നുണ്ടായ പുസ്തകം അഗത ക്രിസ്റ്റിയുടെ ഓറിയന്റ് എക്സ്പ്രസിലെ കൊലപാതകം. വളരെ ത്രില്ലിംഗ് ആയിട്ട് വായിച്ചു പോകാവുന്ന, നമുക്ക് പുസ്തകം താഴെ വെക്കാതെ 1-2 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാവുന്ന പുസ്തകമാണ് അഗത ക്രിസ്റ്റിയുടെ ഓറിയന്റ് എക്സ്പ്രസിലെ കൊലപാതകം. അടുത്ത പുസ്തകം ഒരു യാത്രാ വിവരണമാണ്. ഇതൊരു ചെറിയ പുസ്തകമാണ്. ഒരുപാട് യാത്രാ വിവരണങ്ങളുണ്ട്, ഒക്കെ വലുതാണ്. പക്ഷെ ഇത് ചെറുതാണ്. മാത്രമല്ല ഇതിന്റെ വായന നമ്മളെ വളരെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. മലയാളിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു മേഖലയുടെ യാത്രാ വിവരണമാണിത്. ഇത് വി മുസഫർ അഹമ്മദിന്റെ മരുഭൂമിയുടെ ആത്മകഥ. സാധാരണ യാത്രാ വിവരണങ്ങൾ ചെറുതാവുമ്പോൾ അതിൽ ചരിത്രമൊക്കെ കൂട്ടിയിട്ട് വല്ലാണ്ട് മുരടിപ്പിക്കാറുണ്ട്, നമ്മുടെ വായനയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താറുണ്ട്. ഇത് അങ്ങനെയൊന്നുമല്ല. വളരെ മനോഹരമായിട്ട് വായിച്ചു പോകാവുന്ന അദ്ദേഹത്തിന്റെ ഈ ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വി മുസഫർ അഹമ്മദിന്റെ മരുഭൂമിയുടെ ആത്മകഥ. അടുത്ത പുസ്തകം ഒരു ചെറുകഥയാണ്. ഒരു ചെറുകഥയാണ്. എല്ലാ ചെറുകഥകളും വളരെ ചെറുതാണ്, വായിച്ചു പോവും. ചിലത് വളരെ പരന്ന വായന, ചിലത് വളരെ ആഴത്തിലുള്ള വായന ഒക്കെ സംഭാവന ചെയ്യുന്നതാണ്. ഞാൻ ഒരേ ഒരു ചെറുകഥ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. അത് വളരെ ആയാസരഹിതമായി ചെറുകഥകൾ എഴുതാൻ കഴിവുള്ള, ഫിലോസഫിക്കലായി എന്നാ തോന്നാവുന്ന, ഹാസ്യാത്മകമായി തോന്നാവുന്ന എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ തേൻ അറിയാം, സക്കറിയുടെ തേൻ എന്ന കഥാസമാഹാരം. ഇതിൽ തേൻ തന്നെയാണ് ഏറ്റവും ഹൃദ്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. തേനിനെ കൂടാതെ 11, മൊത്തം 12 ചെറുകഥകൾ ഈ തേൻ എന്ന കഥാസമാഹാരത്തിലുണ്ട്. തീർച്ചയായിട്ടും വായനാ ബ്ലോക്ക് നേരിടുന്ന ആളുകൾ, വായന തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, വലിയ ആഴത്തിലുള്ള വായനയൊന്നും വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, എന്നാൽ ഈ പുസ്തകങ്ങളൊക്കെ ഉയർന്ന ചിന്തകൾ സമ്മാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിലവാരമുള്ളതും എന്നാൽ വളരെ എളുപ്പത്തിൽ വായിച്ചു പോകാവുന്നതുമായ ഈ പുതിയ തലമുറയിൽപ്പെട്ട, ഒരുപാട് പഴയ ഞാൻ എടുത്തിട്ടില്ല, ഈ ഒരു മധ്യവർത്തി തലമുറയിൽപ്പെട്ട ചില എഴുത്തുകാരെയാണ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റ് പുസ്തക വിശേഷങ്ങളും പുസ്തക റിവ്യൂസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.